ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം കൂട്ടുകാരെന്നോട് ചോദിച്ച വീഡിയോസാണ് ഇന്ന് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം വളരെ വലിയ വീഡിയോ ഒന്നുമില്ല, വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും അതിൻ്റെ വീഡിയോസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 2-3 കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇടാമെന്ന്. അപ്പം പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴാണ് ഇടാൻ പറ്റുക. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടത് പഴവും വേണം, ശർക്കര വേണം, പച്ചരി വേണം. ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാൻ പഴമൊക്കെ നിരിഞ്ഞെടുത്ത് ഗ്രൈൻഡറിലേക്കാണ് ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ. അപ്പം ഗ്രൈൻഡറിലേക്ക് ഞാൻ ആദ്യം പഴം ഇട്ട് കൊടുത്തു. അതിന് ശേഷം ശർക്കര ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ 1 കപ്പിനുള്ള എത്രയൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനത്തേക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാനൊരു 10 കിലോ അരിക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നാളെ ഓർഡറുണ്ട്. അപ്പോൾ ഒരു 10 കിലോ അരിയാണ് ഞാൻ കഴുകി തോർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു 2 കിലോത്തോളം പഴം എടുത്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3-3.5 കിലോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ച് നോക്കിയിട്ട് അപ്പം നമ്മൾ അരഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് എനിക്കറിയാം ഏകദേശം അതിന് മധുരം ആവുമോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വീണ്ടും ചേർത്ത് കൊടുക്കും. അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് നമുക്ക് മാവൊന്ന് തൊട്ട് നോക്കുമ്പോൾ മധുരം ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് എല്ലാ ദിവസവും ഞാൻ ഉരുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില ശർക്കരകൾ കൊണ്ടുവന്ന് ഉരുക്കിയാലും അതിൻ്റെ അകത്തൊന്നും കാണുകയില്ല കേട്ടോ. നല്ല ശർക്കരയായിരിക്കും. ഇതതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഉരുക്കിയെടുത്തപ്പോൾ നല്ല ശർക്കരയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പൊട്ടിച്ച് ചേർക്കുന്നത്. മാക്സിമം എല്ലാവരും ഉരുക്കി തന്നെ അതിലപ്പോൾ ഈ ചില ശർക്കരയിലൊക്കെ നനച്ച് കേട്ടോ. അതൊക്കെ നോക്കി കണ്ടും ശർക്കര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് നല്ല ശർക്കര ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പൊട്ടിച്ച് ചേർത്തത് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ശർക്കരയും പഴവും കൂടി ഇട്ട് ആദ്യം അരയ്ക്കുകയാണ് കേട്ടോ. ശർക്കരയും പഴവും ഇട്ട് നന്നായിട്ട് അറിയണം. ഒരുവിധം ഇതിലൊന്ന് നനഞ്ഞെടുക്കുമ്പോൾ ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം കേട്ടോ. അപ്പം ശർക്കര ഇച്ചിരി കുറവായതുപോലെ തോന്നി. അപ്പം ഞാൻ ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് ഒരു 2 ഉണ്ട ശർക്കരയും കൂടി പൊട്ടിച്ച് ചേർക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ശർക്കര എടുക്കുമ്പോൾ അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെ ചേർക്കാവൂ കേട്ടോ. ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ആ 2 ഉണ്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടെ ഗ്രൈൻഡർ കറക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഗ്രൈൻഡർ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നല്ലവണ്ണം അരഞ്ഞെടുക്കണം കേട്ടോ. അരി ഇട്ട് കഴിയുമ്പോൾ അരിക്കൊരു പരുവുണ്ട്. അതായത് ഒത്തിരി അരഞ്ഞു പോകണ്ട, അത് ഒത്തിരി തരിയും കാണുന്നത്. ഒരു ഇടത്തരം പരുവത്തിലാണ് എടുക്കുക. അപ്പോൾ എന്താ പച്ചരി എൻ്റെ കഴുകി ഞാൻ കുടിക്കാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 കിലോ അരിയുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കുന്നത് നല്ല വെള്ളമൊക്കെ തോന്നുന്ന പച്ചയാണ്. നമ്മൾ വേറെ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഈ പഴത്തിൻ്റെ ശർക്കരയുടെ ഒക്കെ ഈ പച്ചരിയിലും വെള്ളമയം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അരിഞ്ഞ് കേട്ടോ. നമുക്ക് ഇതിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 കപ്പ് അരിക്ക് 2-3 പഴവും ഉരുണ്ട ശർക്കരയും മതിയാവും കേട്ടോ. അപ്പോൾ അത് ശർക്കര ഇട്ട് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഒക്കെ അരച്ചെടുക്കുന്നവരെ അങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ശർക്കര കുറച്ചധികം ചേർക്കുക. അതിനുശേഷം നമ്മൾ ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പ് മധുരമില്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ വൈകിട്ടൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ചുടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കി മധുരം നോക്കിയിട്ട് അപ്പോൾ മാവ് കുറച്ച് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ നമുക്കത് ഒന്ന് ചൂട് ലൂസാക്കി എടുക്കണം. അതിന് ശർക്കരപ്പാനി ഒഴിച്ച് ലൂസാക്കി എടുക്കുക. അപ്പം മധുരം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇതില്ല കേട്ടോ. ഞാൻ ഇത്രയും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ട് പറഞ്ഞുതരാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ അറിയത്തുള്ളൂ കേട്ടോ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇതിൻ്റെ മുമ്പേ ഞാൻ വേറെ ഒരു വീഡിയോ 10-12 വീഡിയോയ്ക്ക് മുമ്പേയാണെന്ന് തോന്നുന്നു വേറൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ റെസിപ്പിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം രാവിലെ കച്ചവടവും ഈ പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ആകെപ്പാടെ ടയേർഡായിട്ട് നിൽക്കുകയാണ്. രാത്രി ഇപ്പം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇറങ്ങി മയങ്ങി എഴുന്നേറ്റ് രാത്രി 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് കഴിഞ്ഞിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും ആണെങ്കിലും ഇപ്പോൾ രാത്രിയിലാണെങ്കിലും ചെയ്യുന്നത് ആകെപ്പാടെ ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരാൻ ഞാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം കൂട്ടുകാർക്കൊക്കെ ഇതിങ്ങനെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കമൻറ്റിലായിട്ട് പറയുക, ഞാൻ വീണ്ടും പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ ഇടയ്ക്ക് ഈ സൈഡൊന്ന് ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ അരി ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അതായത് ഞുറുങ്ങിയിരിക്കും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു സൈഡൊന്ന് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ തന്നെ അരഞ്ഞിരിക്കും കേട്ടോ. ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇതുണ്ടല്ലേ, അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് വോൾട്ടേജിൻ്റെ പ്രശ്നമായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ കറണ്ട് മിന്നുന്ന പോലെ കണ്ടുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഓണാക്കി. അപ്പോൾ എന്താ 10 കിലോ അരിക്കത് ആ തവി കണ്ടു, ആ തവിയിൽ ഒരു തവിയും ഒരു നുള്ളും കൂടെ ഞാൻ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ഇച്ചിരി നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് ഈ പഴവും ഈ ഗോതമ്പ് മാവും ചേർക്കുന്നത് കേട്ടോ. മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതാ ഇതുപോലെ നല്ല രീതിയിൽ അരഞ്ഞെടുക്കാം. എന്താ ഇപ്പം എന്തേ നമ്മുടെ നെയ്യപ്പത്തിനുള്ള കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് നോക്കിയിട്ടാണ് വീഡിയോ ഓണാക്കാൻ പോയത് കേട്ടോ. അതാണ് കയ്യിലങ്ങനെ ഇരുന്നത്. അപ്പം എന്താ ഈ പരുവത്തിൽ വേണം നമ്മൾ കോരി എടുക്കാൻ. ഇനി ഇത് കോരിയെടുത്ത് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി വെക്കുകയാണ്. രാവിലെ നേരം വെളുക്കുമ്പോൾ അഥവാ ഇത് കട്ടിയായിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ ശർക്കരപ്പാനി തന്നെ ഉപയോഗിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ കൂട്ടുകാർ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെയും കൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാകും കേട്ടോ. അപ്പോൾ അതായത് വീഡിയോസ് കണ്ടുപോകുന്ന അല്ലാതെ ലൈക്കും കുറച്ച് പേർക്കൊക്കെ ലൈക്കൊക്കെ തരുന്നുണ്ട്. ലൈക്കോ കമൻറ്റോ ഇതൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തരുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. ഈ കമൻറ്റൊക്കെ വായിക്കാൻ എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് കോരിയെടുക്കണം. ഇതുണ്ടോ കൈകൊണ്ട് കോരുമ്പം തന്നെ നമുക്കറിയാം കറക്റ്റ് വരുവാണ്. അപ്പോൾ ഇനി ഒത്തിരി ലൂസും ആകരുത്, നെയ്യപ്പത്തിനെടുക്കുമ്പം ഒത്തിരി കട്ടിയാകരുത് കേട്ടോ. ഒത്തിരി കട്ടിയായാൽ നല്ല ഹാർഡായിട്ടിരിക്കും. നല്ല സോഫ്റ്റ് വേണമെങ്കിൽ കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ അരച്ച് എടുക്കണം. അപ്പോൾ എന്താ ഇതെല്ലാം ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് കാണാവേ. അപ്പോൾ എന്താ ഗ്രൈൻഡറിൽ നിന്ന് എല്ലാം കോരി ഞാൻ ഇതിൻ്റെ ആക്കിയിട്ടുണ്ട്. ഇത് തവിയിട്ടിളക്കുന്നത് കൊണ്ട് ഈ പരുവത്തിൽ വേണം എടുത്ത് വെക്കാനും. ഇതങ്ങനെ അടച്ച് വെക്കുക. നാളെ നേരം വെളുത്തതിന് ശേഷം വേണം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാൻ. അപ്പോൾ എന്താ ഇത് കണ്ടില്ലേ, ഇളക്കുമ്പം തന്നെ അറിയാമല്ലേ നല്ല സോഫ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഇതായിട്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഒത്തിരി പുളിക്കുകയും ചെയ്യരുത്, എന്നാൽ പുളിക്കാതിരിക്കുകയും ചെയ്യല്ലോ കേട്ടോ. കുറച്ചൊന്ന് പൊങ്ങി വരണം. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെ ഒന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി. നമുക്ക് നേരം വെളുത്തതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ നേരം വെളുത്തിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് ഞാൻ ഇതിനൊക്കെ അരയ്ക്കാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ സൗണ്ട് ഞാൻ ഇതിൽ ഒന്നും കുറയുന്നില്ല. അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കട്ടെ. ഇതാ ഈ പരുവം കുളിച്ച് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഈ പരുവത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അതെനിക്ക് വെള്ളം ചേർക്കുമോ അല്ല ശർക്കരപ്പാനി ചേർക്കൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് ഈ മാവ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. അല്പം ചുക്കും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ചുക്ക് അങ്ങനെ ചേർത്തിട്ടില്ല, ചേർക്കുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ. സോഡാപ്പൊടി ഇപ്പം മാവിൽ ചേർക്കാവും, വൈകിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് കറുത്ത എള്ള ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള പിന്നെ സോഡാപ്പൊടിയൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ തന്നെ നല്ല പൊങ്ങി വരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഏലക്കയും ജീരകവും പൊടിച്ച് കൊടുത്തു, സോഡാപ്പൊടി ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ കറുത്ത എള്ള ചേർത്ത് കൊടുത്തു. തേങ്ങ ഇന്നലെ വൈകിട്ട് അരിഞ്ഞ് വെച്ചാലും വറുത്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. ഉറക്കപ്രാന്ത് കാരണം കിടന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് ഇനിയിപ്പോൾ വറക്കാനൊന്നും നേരമില്ല. കുറച്ച് നല്ല ഓർഡറുകളുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിന്ന് തേങ്ങ വറക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കൂട്ടുകാരൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കൂടാ, ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് സമയമില്ലാത്തതിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നെയ്യിലൊക്കെ ഒന്ന് വറുത്തിടുവാണെങ്കിൽ നല്ലൊരു ആ നെയ്യുടെ ഒരു മണവും ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ കൂട്ടുകാരൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വറുത്ത് രാത്രി തന്നെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വറുത്ത് വെക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇന്നങ്ങനെ തേങ്ങ കൊത്തോട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഇളക്കി ഒരു 5-10 മിനിറ്റ് വെച്ചേക്കുക. എന്ന് വെച്ചാൽ ആ ഏലക്കാട് ഇതൊക്കെ ഒന്ന് ആ മാവിലൊന്നൊക്കെ പിടിക്കാനും ആ സോഡാപ്പൊടി ഒന്ന് ആകാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് എണ്ണ ചൂടാകുന്ന അത്ര നേരം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അതിന് ശേഷം ഞാൻ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു ചട്ടിയിൽ കുറച്ച് വീട്ടിൽ 1-2 പേർക്കൊക്കെ ഉണ്ടാക്കാം, അല്ലെ ഒരു 5-6 പേർക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ തിരിച്ചും മറിച്ചിട്ടുണ്ടാക്കാം. എനിക്ക് ഇത്രയും സാധനം ഉണ്ടാക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു ചട്ടിയിൽ ഒഴിച്ച് അതിന് ഷേപ്പായാലും
കോരി വലിയൊരു ചട്ടിയിലേക്ക് ഇട്ടെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആ ചെറിയ ചട്ടിയിൽ തന്നെ നമ്മൾ ഇട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കൂട്ടുകാർക്കൊക്കെ ആ ഒരു ചട്ടിയിൽ തന്നെ കേട്ടോ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് 1 2 ഒക്കെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ എല്ലാം കോരിയെടുക്കുന്നത്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പം തന്നെ എല്ലാവരും നല്ല പൊങ്ങുണ്ട്, സോഫ്റ്റ് ഉണ്ട്. നല്ല കാണുമ്പം തന്നെ അറിയാം. നല്ല ഹാർഡായിട്ടിരിക്കുവാണെങ്കിൽ അത് ഒരുമാതിരി വിണ്ട് കീറിയൊക്കെ ഇരിക്കും കേട്ടോ. ഇത് കാണുമ്പം തന്നെ അറിയാം നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. കണ്ടല്ലേ, എണ്ണയിലിടുമ്പം തന്നെ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കോരി ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കണ്ടോ, ഞാൻ മാവ് ഇത് എണ്ണയിലേക്ക് ഒഴിച്ച് ഇങ്ങനെ അല്പം ഒന്ന് എണ്ണ ഇങ്ങനെ അതിൻ്റെ മണ്ടയിലേക്കൊന്ന് കോരി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ കണ്ടില്ലേ, പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് കോരി നമുക്ക് മറ്റേതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ എല്ലാം ഞാനിങ്ങനെ തന്നെയാണ് ഇട്ടെടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നിലിട്ട വീഡിയോക്കൊക്കെ കൂട്ടുകാർക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇടുന്ന വീഡിയോയിലെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോസ് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതായിട്ട് പറയാമല്ലോ കേട്ടോ, വാച്ചിങ് ടൈം ഒന്ന് ഫുള്ളാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വാച്ചിങ് ടൈമും ഫുള്ളും കൂടെ ആയെങ്കിലേ എൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെല്ലാം ഒന്ന് ഫുള്ള് വീഡിയോ കണ്ട് നമുക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്നൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഉഴുന്നൂടെ പരിപ്പോടെയൊക്കെ കോരിയെടുക്കുന്നോട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കോരിയെടുക്കൽ നടക്കുന്ന കേസല്ല കേട്ടോ. ഈ നെയ്യപ്പം എന്ന് പറയുന്നത് നമ്മൾ 2 കൈ ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഈ നെയ്യപ്പിടൽ നടക്കുകയുള്ളൂ കേട്ടോ. ഇതുപോലെ ആകുമ്പോൾ ഓരോന്നും നോക്കുന്നതനുസരിച്ച് നമുക്ക് കോരിയെടുക്കാം. ഈ കോരിയെടുക്കുന്ന അനുസരിച്ച് ഇപ്പോൾ 2 ഞാൻ എടുത്തിട്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ ചട്ടിയിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. അതിങ്ങനെ ആകുമ്പോൾ ഇങ്ങോട്ട് കോരിയിടും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇടാനിരുന്നാൽ വേറൊരു ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റത്തില്ല കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വേറൊരു പണിക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. 1 2 ആക്കി ഇട്ട് അത് മൂക്കുന്നിടം വരെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്തതിന് പോയി ഇത് ഇത്രയും ഉണ്ടാക്കി എടുക്കുന്ന അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇതിൽ തന്നെ ശ്രദ്ധിച്ചാണ്ടിരിക്കും. ഇത് ഇട്ടെടുത്തതിന് ശേഷം മാത്രമേ വേറെ ഇടത്തുള്ളൂ കേട്ടോ. കണ്ടോ, നെയ്യപ്പം കിടക്കുന്നത് തന്നെ കാണുമ്പോൾ അറിയാം അല്ലേ. നല്ല മുഴുപ്പാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. മുഴുപ്പാക്കിയിട്ടുണ്ട്, നല്ല ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ലതായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാതെ. ഈ തേങ്ങ അതിൽ കിടക്കുന്നുണ്ടോ, ഇത് വെളുത്തൊരു കളറ് കാണുന്നുണ്ട്. അത് നമ്മൾ വറുത്തിടുവാണെങ്കിൽ അങ്ങനെ കാണത്തില്ല കേട്ടോ. അത് നല്ല സോഫ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. കണ്ടോ, തൊടുമ്പോൾ തന്നെ തന്നു പോകുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. ചൂടോടൊന്നും എടുത്ത് ആരും തിന്നുകളല്ലേ കേട്ടോ. നല്ല ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ സൈഡൊക്കെ നല്ല മൊരിഞ്ഞൊക്കെ ഇരിക്കുന്നതിൽ അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല ചൂടും കാണും കേട്ടോ. കണ്ടോ, നല്ല പൊങ്ങി നല്ല റെഡിക്ക് കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം. നമുക്കിതെല്ലാം ഒന്ന് ബാക്കി ചുട്ടെടുക്കാം. സോഫ്റ്റ് അല്ലാത്ത നെയ്യപ്പം കാണുമ്പം തന്നെ അറിയാം കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തൊടുമ്പം തന്നെ നല്ല ഇതായിട്ട് താന്നു പോകുന്നുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം പഴവും ഇതൊക്കെ പഴവും അല്പം ഗോതമ്പാവൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. പഴം ഒരുപാട് അധികവും ആകരുത് കേട്ടോ. ഒരുപാട് അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ വല്ലാതെ പുളിച്ച് പൊങ്ങി അങ്ങ് കയറി പോകും കേട്ടോ. അപ്പം എന്താ ഇത് കണ്ടോ, മാവ് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങനെ പൊങ്ങി വരുന്നതുണ്ടോ. അത് കാണുമ്പം തന്നെ ഒരു നല്ലൊരു ഇതല്ലേ അങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ. കൂട്ടുകാർ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ മാത്രം എടുത്തത്, മറ്റുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ ഓടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ലെന്ത് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉഴുന്നോട പരിപ്പോടൊക്കെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇടുന്നിടുന്ന് ഞാൻ പാക്ക് ചെയ്തും കൂടെ പോവുകയാണ്. ഇനി ചായ ഇടണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. മുന്നിലുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന പോലെ തന്നെ നമുക്ക് ഇതിനും സപ്പോർട്ട് തരണേ. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ എടുക്കാം. അസ്സലാമു അലൈക്കും.